കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തം നമ്പർ 1410 ശതാബ്ദി ആഘോഷം സുഹൃതം 2026 തുടക്കം കുറിച്ച് വിളംബര ഘോഷയാത്രയും ദീപശിഖ പ്രയാണവും നടത്തി. ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടല്ലൂർ ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്ക് ക്ലിപ്തൻ നമ്പർ 1410 ശതാബ്ദി ആഘോഷമായ സുഹൃതം 2026 തുടക്കം കുറിച്ചുകൊണ്ട് വിളംബര ഘോഷയാത്രയും ദീപശിഖ പ്രയാണവും നടത്തി. ബാങ്കിന്റെ സ്ഥാപക പ്രസിഡന്റ് കണ്ടല്ലൂർ തെക്ക് കണ്ണഞ്ചാറ ബംഗ്ലാവിൽ വെളുത്തകുഞ്ഞിന്റെ ഭവനത്തിൽ നിന്നും ബാങ്ക് പ്രസിഡന്റ് ബിജു ഈരിക്കൽ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം നിർവഹിച്ച ദീപശിഖ പ്രയാണം ബാങ്കിന്റെ പ്രവർത്തന മേഖലയിലൂടെ പര്യടനം നടത്തി ബാങ്ക് ഹെഡ് ഓഫീസിൽ എത്തി. 100 വർഷങ്ങൾക്ക് മുമ്പ് ഈ വീട്ടിൽ നിന്നും ചെറിയൊരു വിത്ത് പാകി അത് മുളച്ച് പൊന്തി വന്ന് ഇന്ന് നാം കാണുന്ന ഒരു വലിയ വടവൃക്ഷമായി ഇങ്ങനെ നമ്മുടെ ഈ കണ്ടല്ലൂർ പ്രദേശത്താകെ തണലേകി ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്കറിയാം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അന്ന് 100 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലൊരു മാസത്തിൽ ഇവിടെ ഒരു പുതിയ സംസ്കാരത്തിന് തുടക്കം കുറിക്കുകയായിരുന്നു. ഞാൻ മുമ്പേ സൂചിപ്പിച്ചു. ആ പുതിയ സംസ്കാരം എന്ന് പറയുന്നത് കണ്ടല്ലൂരിന്റെ സാമ്പത്തിക ഐശ്വര്യത്തിന് വേണ്ടിയിട്ടുള്ള സംസ്കാരമായിരുന്നു. കണ്ടല്ലൂരിലെ ജനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള സംസ്കാരമായിരുന്നു. വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അതുപോലെ തന്നെ സംഘടനാപരമായും ഒക്കെ തന്നെ ഒരു പ്രദേശത്തെ ജനങ്ങളെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുന്ന മഹത്തായ ഒരു സംസ്കാരത്തിന് തുടക്കം കുറിച്ച ഒരു പുണ്യഭൂമിയിൽ ആണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒരുപക്ഷെ നമ്മളൊക്കെ ഇനി അടുത്ത ഇതിൽ നിൽക്കുന്ന ഇപ്പോൾ എന്റെ പ്രായമുള്ള ഒരാളുകൾക്കൊക്കെ ഒരുപക്ഷെ ഇനി ഇതിന്റെ ഒരു 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ അതെങ്ങനെയായിരിക്കുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായിരിക്കാം. അവിടേക്കാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ബാങ്കിനെ ഇനി അടുത്ത 100 വർഷം എങ്ങനെ മുന്നോട്ട് നയിക്കണം. ഇവിടെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ബാങ്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നും അടുത്ത 100 വർഷമാകുമ്പോൾ ആ 100 വർഷം കഴിയുമ്പോൾ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അത്യാധുനിക സൗകര്യങ്ങൾ സംവിധാനങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു മഹത്തായ സ്ഥാപനം അടുത്തൊരു ഘട്ടത്തിൽ വളർന്നു വരണം. സ്വാഗത സംഘം ജനറൽ കൺവീനറും ബാങ്ക് മാനേജിംഗ് ഡയറക്ടറുമായ ആർ മിനി ഭാനു, സ്വാഗത സംഘം വൈസ് ചെയർമാൻ എൻ പ്രഹ്ലാദൻ, കൺവീനർ സി ശിവദാസൻ, വിവിധ ഉപസമിതി ചെയർമാൻമാരായ എസ് അനിലാൽ, ടി പി അനിൽകുമാർ, ഡി സത്യാനന്ദൻ, പി ടി ബേബിലാൽ, ഷൈജു ബഷീർ, ജഗൽ ജീവ്, സുജിത് സുകുമാരൻ, കെ കാർത്തികേയൻ, ആർ ബിന്ദു, ഒ ശിവപ്രഭ, പി ഗീത, കൺവീനർമാരായ വി കെ സിദ്ധാർത്ഥൻ, ബി ചന്ദ്രസേനൻ, സുരേഷ് ബാബു ഈരിക്കൽ, ജി സജീവ്, വി സതീശൻ, സുരേഷ് രാമനാമഠം, സത്യൻ പ്ലാമണ്ടത്തേരിൽ, അപ്പു പുത്തൻപുരയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. സി ഡി നെറ്റ് ന്യൂസ്, കായംകുളം.